ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഡ്ഡലി പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി പൊടി ഇഡ്ഡലിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വല്ലപ്പോഴൊക്കെ നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാമ്പാറോ ചട്നിയൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഇതുപോലെ ഇഡ്ഡലിപ്പൊടി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാറിൻ്റെയും ചട്നീൻ്റെയും ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി നമ്മൾക്ക് ഈ ഒരു ഇഡ്ഡലിപ്പൊടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്കൊരു അരമണിക്കൂർ സമയം ഇതിനു വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തോളം നമ്മൾക്ക് ഈ ഒരു ഇഡ്ഡലിപ്പൊടി സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ കൈവിടാതെ ഇളക്കി ഇതുപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഡ്രൈ റോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വറുത്തെടുക്കുന്നതിനനുസരിച്ചാണ് ഈ ഒരു ഇഡ്ഡലിപ്പൊടിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇവിടെ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് കടല പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 1 കപ്പ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി 1/2 കപ്പ് കടലപ്പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും നമ്മൾ ഉഴുന്ന് പരിപ്പ് വറുത്തെടുത്ത പോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ ഇളക്കി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കടലപ്പരിപ്പും ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ ഇതൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് എള്ളാണ് കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് എള്ള് എടുത്തിട്ടുണ്ട്. വെളുത്ത എള്ളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം എള്ള് ഒന്ന് വറുത്തെടുക്കാനായിട്ട്. കരിഞ്ഞു പോവാതെ ഇത് എള്ള് നന്നായിട്ട് പൊരിഞ്ഞു വരും, ആ ഒരു പൊട്ടിയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതും റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഡ്രൈ ആയിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഇഡ്ഡലിപ്പൊടിക്ക് വേണ്ടിയിട്ട് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് മുളക് എടുക്കാം കേട്ടോ. ഉണങ്ങിയ മുളകാണ് നമ്മളിവിടെ ഒരു 25 മുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഒരു 2 തുള്ളി, ഒരു 1/4 ടീസ്പൂണ് ഓയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുളകിൽ മാത്രമാണ് നമ്മളൊരു അല്പം ഓയിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്ത് വറുത്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇനി ഇതെല്ലാം നമ്മൾ ആറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് വേണമെങ്കിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് കായം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കായം കട്ടിപ്പെരുങ്കായമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും, നല്ല മണമായിരിക്കും. അത് കട്ടിപ്പെരുങ്കായമാണ് ചേർക്കുന്നതെങ്കിൽ അതൊന്ന് ഉടച്ചൊന്ന് ഒരു 1/2 ടീസ്പൂൺ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മുളക് അതേ സെയിം എണ്ണയിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുളക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് മുഴുവനായിട്ട് ചേർക്കാൻ പറ്റുന്ന മിക്സിയുടെ ജാറാണെങ്കിൽ മുഴുവനായിട്ട് ചേർത്ത് നമ്മൾ ഒന്നിച്ച് തന്നെ പൊടിച്ചെടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ജാറിലാണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ ഇട്ടിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല പോലെ നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതൊരു ചെറിയൊരു തരിയോടുകൂടെ പൊടിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ഒരു ഇഡ്ഡലിപ്പൊടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ കേട്ടോ. വല്ലാതെ തരി ആവശ്യമില്ല, ലൈറ്റായിട്ട് ചെറിയ തരി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്രാവശ്യം നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമ്മൾക്ക് ഇതേപോലെ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കുക. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡ്ഡലിപ്പൊടി പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം എന്ന് പറഞ്ഞല്ലോ. നമ്മൾ പെരുങ്കായം ചേർത്തിട്ടില്ല. അപ്പോൾ കട്ടിപ്പെരുങ്കായം ആണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചേർക്കുക. ഇപ്പം ഞാനിവിടെ പൗഡറാണ് ചേർക്കുന്നത്. അത് ചേർക്കാൻ മറന്നുപോയി. ഒന്ന് പൊടിച്ച്
കഴിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിന് കായത്തിൻ്റെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സി ഒന്ന് അടിച്ചെടുക്കുക. നല്ല തരിയൊന്നും നല്ലപോലെ നൈസാവരുത്, ചെറിയ തരിയോടുകൂടെ നേരത്തെ പൊടിച്ച പോലെ തന്നെ നമ്മൾ ഈ ഒരു ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇഡ്ഡലിപ്പൊടി നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമ്മൾക്ക് ഈ ഒരു പൗഡർ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു 3 മാസം വരേക്കും ഇതിൻ്റെ ഒട്ടും തന്നെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഒരേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവും. ഇത് കൂട്ടി ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാം. വെറൈറ്റി ആയിട്ട് ദോശ ഉണ്ടാക്കാം. പൊടി ദോശ, അതുപോലെ തന്നെ പൊടി ഇഡ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് വെറൈറ്റി ആയിട്ടുള്ള ദോശയും ഇഡ്ഡലിയൊക്കെ നമ്മൾക്ക് ഈ പൊടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ഞാനിവിടെ നല്ല ചൂടുള്ള ഇഡ്ഡലിയുടെ കൂടെയാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഡ്ഡലി പൊടിയുടെ കൂടെ നമ്മൾ നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും നെയ്യും നല്ലെണ്ണയൊന്നുമല്ല, എനിക്കിഷ്ടം നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കാനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മലയാളീസ് നാട്ടിലുള്ളവർക്ക് കൂടുതലും ഇഷ്ടം വെളിച്ചെണ്ണയൊക്കെ ചേർത്ത് കഴിക്കാനായിരിക്കും. എനിക്ക് വെളിച്ചെണ്ണ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നല്ലെണ്ണയോ നെയ്യോ ചേർക്കുകയാണെങ്കിൽ സൂപ്പറാണ്. കുട്ടികൾക്കൊക്കെ നല്ലെണ്ണയോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇഡ്ഡലി പൊടി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി പൊടി ഉണ്ട്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുന്ന അതുപോലത്തെ ടേസ്റ്റുള്ള, അല്ലെങ്കിൽ പാക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള ഇഡ്ഡലി പൊടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവ 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി പൊടിയൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് കാലത്ത് അരിയൊക്കെ ചേർത്തിട്ടാണ് ഇഡ്ഡലി പൊടി ഉമ്മ ഉണ്ടാക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആ ഒരു റെസിപ്പിയൊക്കെ നമ്മൾ ഈ ഒരു ഇഡ്ഡലി പൊടി കഴിയുന്ന സമയത്ത് നമ്മൾ അടുത്തത് അത് ഇടാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. കുരുമുളകും ജീരകവും ഒക്കെ ചേർത്തിട്ടാണ് ആ ഒരു ഇഡ്ഡലി പൊടി തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വരുന്ന വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.